എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കൊമേഴ്സിലെ ഒരു പോർഷൻ ആണ് അക്കൗണ്ടിങ്. സോ ബിഫോർ ദാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സിലബസിലോട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ എന്തൊക്കെ മോഡ്യൂൾസ് ആണുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് തൊട്ട് നോക്കാം. ഞാൻ ഇപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുവാണേ. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൊമേഴ്സിൽ നമ്മൾ ശരിക്കും നമുക്കുള്ളത് 4 മോഡ്യൂൾസ് ആണ്. 4 മോഡ്യൂളില് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആണ്. മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ ബേസ്ഡ് മോഡ്യൂൾ ആണ്. അപ്പൊ ഇതിനകത്ത് കുറെ തിയറീസും കുറെ പ്രോസസ്സ്, പ്രിൻസിപ്പിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ് മാനേജ്മെന്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. സോ അക്കൗണ്ടിങ് നമുക്ക് സിൻസ് നമ്മുടെ ക്ലാസ്സിൽ കുറെ സ്റ്റാറ്റും മാത്സും ഉള്ള കുട്ടികളായതുകൊണ്ട് കുറച്ച് മാത്തമാറ്റിക്കൽ ടേംസ് അതിനകത്ത് വരുന്നുണ്ട്. ദോ വി ഡു നോട്ട് ഹാവ് എനി പ്രോബ്ലംസ് ടു ഡു, നമുക്ക് കൂടുതൽ ലോജിക്കലായിട്ട് മനസ്സിലാവാൻ എളുപ്പമുള്ള ഒരു മോഡ്യൂൾ ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വി ആർ പ്ലേയിങ് വിത്ത് നമ്പേഴ്സ് ആൻഡ് വി ആർ പ്ലേയിങ് ഹൗ വൺ സൈഡ് ഈക്വൽസ് ദി അതർ സൈഡ്. അതാണ് അക്കൗണ്ടിങ് എന്നുള്ളൊരു മോഡ്യൂൾ. അപ്പൊ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങിലോട്ടൊക്കെ പോയിട്ട് ലാസ്റ്റ് നമ്മൾ അതിന്റെ ഒരു ജനറലി വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ നോക്കും. മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഈ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എഗെയിൻ വളരെ റെലവെന്റ് ആയിട്ട് ഇപ്പം നമ്മുടെ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ ബേസിസിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ബാങ്ക്സ് തൊട്ട് അങ്ങനെ ഓരോ ചെറിയ കാര്യം തൊട്ട് നോക്കിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലോട്ട് പോകും. അതിനകത്ത് നമ്മൾ കേട്ടിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ ഇതിന്റെ ഇടയിൽ വരും. അവിടെ എങ്ങനെയാണ് ഈ ഷെയർ മാർക്കറ്റിൽ ഷെയർസ് വിൽക്കുന്നത് വാങ്ങുന്നതും ഒക്കെ നമ്മൾ നോക്കും. ലാസ്റ്റ് വരുന്ന മോഡ്യൂൾ എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. അത് കൈൻഡ് ഓഫ് തേർഡ് മോഡ്യൂളുമായിട്ട് നമുക്കൊരു ലിങ്ക് വരുന്ന ഒരു മോഡ്യൂളാണ് ബാങ്കിങ്. അപ്പൊ നമുക്കറിയാം ഇപ്പം ഒരു 10 വർഷം മുന്നേ എടുത്ത ബാങ്ക്സ് അല്ല ഇപ്പോൾ ഉള്ളത്. പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ എണ്ണം കുറയുകയും പ്രൈവറ്റ് ആൻഡ് ന്യൂ ജനറേഷൻ ബാങ്ക്സ് കൂടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മൾ ആ ഒരു ഇവല്യൂഷനും കൂടി നോക്കും. അതായത് ഫ്രം ദി ഹിസ്റ്ററി ഫസ്റ്റ് ബാങ്ക് ഇന്ത്യയിൽ എപ്പോഴാണ് ഒരു ഫസ്റ്റ് ബാങ്ക് ഉണ്ടായത് എന്ന് തുടങ്ങിയിട്ട് റീസെന്റ് വന്ന ന്യൂജൻ ബാങ്ക്സും ആൻഡ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് വരെ നമ്മൾ കൊണ്ടുപോയി നോക്കും. ഓക്കെ, സോ ഇതിൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ ആണ് അക്കൗണ്ടിങ്. സോ അതുകൊണ്ട് ഞാൻ അക്കൗണ്ടിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അക്കൗണ്ടിങ് ആണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഡെഫിനിഷനിൽ കൂടി പഠിക്കാം. ആൻഡ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെറുതെ എങ്ങനെ ബൈ ഹാർട്ട്, ഇതിപ്പോ നിങ്ങൾ +1 +2 കൊമേഴ്സ് എടുത്ത് ഏത് കുട്ടിയോട് ചോദിച്ചാലും ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് അവര് പറഞ്ഞു പോകും. പക്ഷെ ഇത് അങ്ങനെ സിമ്പിൾ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പറഞ്ഞു പോകുന്നതിനെക്കാട്ടിലും ഓർത്ത് വെക്കാനും ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യാനും നമുക്ക് എളുപ്പത്തിൽ ഈ അക്കൗണ്ടിങ്ങിന്റെ ആ ഒരു മീനിങ് നമുക്ക് പഠിച്ചെടുക്കാം. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നമ്മൾ എങ്ങനെ തുടങ്ങും? അപ്പൊ അത് തുടങ്ങാൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് തുടങ്ങാം. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതൊരു കലയാണ്. ഓക്കെ, നമ്മള് ഫ്യൂച്ചറിൽ നമ്മൾ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഇതൊരു ആർട്ട് ആണോ സയൻസ് ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ നമ്മള് ഒരു എന്താ പറയാ ഒരു പാട്ട് പാടുന്നത് പോലെയോ ഇല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കുന്നത് പോലെയോ ഉള്ള ഭയങ്കര ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ട് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പുതിയ കമ്പനി തുടങ്ങാം. നമ്മൾ IMS ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ IMSന്റെ പേരില് ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാം. ഓക്കെ, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി IMSന്റെ പേരിലുള്ള ഒരു ബിസിനസ് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ബിസിനസ് മാനുഫാക്ചറിങ് കമ്പനി ആവുന്ന സമയത്ത് നമുക്ക് ഒരു കമ്പനിയിൽ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. സോ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്ന് വെച്ചോളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് രാവിലെ ഈ ബിസ്ക്കറ്റിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മൈദ, ഷുഗർ, പിന്നെ
എന്തൊക്കെയാ വേറെ സോഡാപ്പൊടി, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഈ കുറച്ച് കാര്യങ്ങൾ ഡെയിലി എനിക്ക് വേണം. എന്തിനാണ്? ബിസ്ക്കറ്റ് പ്രൊഡക്ഷൻ. ഇനി ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഓൾറെഡി കുറച്ച് മെഷീൻസ് ഉണ്ടാവും അല്ലെ? ആ മെഷീൻസ്, ആ ബിൽഡിങ്, ആ ലാൻഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് വൺ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് പല കാര്യങ്ങളാണ് ഒരു ദിവസത്തിൽ കൂടി നമ്മൾ കടന്നു. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ പ്ലാൻസും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ഡെയിലി നമുക്ക് വാങ്ങിച്ചു കൂട്ടേണ്ട സാധനങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൂടാതെ നമുക്ക് ആൾക്കാരുണ്ടാവും അല്ലെ? ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഈ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ ഡെയിലി, ചിലവര് ഡെയിലി കൂലി വിലക്ക് വരുന്നവരുണ്ടാവും, ഡെയിലി ഇത്ര രൂപയ്ക്ക് വരുന്നവരുണ്ടാവും, ചിലവര് മാസാവസാനത്തേക്കുള്ള ശമ്പളത്തിന് വേണ്ടി വരുന്നുണ്ടാവും. ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുക, ഒരു ട്രാൻസാക്ഷൻ, എന്ത് കാര്യം ചെയ്താൽ ഈ പല കാര്യങ്ങളുണ്ടാവും. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് വാട്ട് വി ഡു ഇസ് വി റെക്കോർഡ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എക്സ്പെൻസസും ഇൻകവും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ ഒരു ബുക്കിൽ എഴുതും. ആ ബുക്കിന്റെ പേരാണ് ജേർണൽ. ഓക്കെ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ ഫസ്റ്റ് തിങ് വാട്ട് വി ആർ ഡൂയിങ് ഇസ്, നമ്മളൊരു കമ്പനി കൊടുത്താൽ നമുക്ക് പല ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഒരു ചെറിയ ട്രാൻസാക്ഷൻ തൊട്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മൈദയും പഞ്ചസാരയും മേടിക്കുന്നത് തൊട്ട്, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് തൊട്ട്, ഇനി ഈ ബിൽഡിങ്ങിനോ പ്ലാന്റിനോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ റിപ്പയർ ചെയ്യണം. അത് കൂടാതെ നമുക്ക് കുറെ ഇൻകം ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇൻകം? നമ്മള് ഈ ബിസ്ക്കറ്റ് വിൽക്കുമ്പോൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഈ ബിസ്ക്കറ്റ്സ് പോകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? കുറച്ച് ഇൻകം ഉണ്ടാവും. ഇതും ഉണ്ട്. സോ നമുക്ക് ഈ പല ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുന്നതിന്, ആ റെക്കോർഡ് ചെയ്ത് വിളിക്കുന്ന പേരാണ് ജേർണലൈസിങ്. ആ ബുക്കിന്റെ പേരാണ് ജേർണൽ. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 10 കിലോ മൈദ മേടിച്ചു, 5 കിലോ പഞ്ചസാര മേടിച്ചു, കുറച്ച് സോഡാപ്പൊടി മേടിച്ചു, കുറച്ച് പ്രിസർവേഷൻ ഏജൻസ് മേടിച്ചു, സാലറി 10 പേർക്ക് കൊടുത്തു, 20 പേർക്ക് വേജസ് കൊടുത്തു. ഇന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് 50 പാക്കറ്റ് ബിസ്ക്കറ്റ് സെയിലായി. അപ്പൊ നമ്മൾ ഇങ്ങനെയാണല്ലോ ജേർണൽ എല്ലാ ട്രാൻസാക്ഷൻസും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഡെയിലി ഇങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എനിക്ക് തോന്നുവാണ്, ഇന്നേ ദിവസം എത്രത്തോളം മൈദയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നുവാണ്. അപ്പൊ ഈ ജേർണൽ എൻട്രിയിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഇങ്ങനെ നമ്മൾ ഡെയിലി റെക്കോർഡ് ചെയ്താണ് വെക്കുന്നത്. ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. അതായത് മൈദ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ട്, ഫസ്റ്റ് ഡേ ഇത്രയും മേടിച്ചു, സെക്കൻഡ് ഡേ ഇത്രയും മേടിച്ചു, തേർഡ് ഡേ ഇത്രയും മേടിച്ചു, ഫോർത്ത് ഡേ ഇത്രയും മേടിച്ചു എന്ന് പറഞ്ഞ് എനിക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റണം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. ആ സെക്കൻഡ് സ്റ്റെപ്പിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ഇസ് എ റെക്കോർഡ് ഓഫ് ഇസ് എ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ആൻഡ് ദെൻ വാട്ട് യു ഡു, യു ക്ലാസിഫൈ ഇറ്റ്. ആൻഡ് ഈ ക്ലാസിഫൈ ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. ആൻഡ് ഈ ലെഡ്ജറിൽ നമ്മൾ ഈ സാധനങ്ങളെ എഴുതുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. ഓക്കെ, this I'll be dealing in a later session, but just I'm telling you that. Okay, മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസിനെ എല്ലാത്തിനെയും റെക്കോർഡ് ചെയ്യുന്നു. രണ്ടാമത് ഈ റെക്കോർഡ് ചെയ്തതിനെ എല്ലാം നമുക്ക് അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓരോ ടൈറ്റിൽസ് ഇട്ടിട്ട് ഓരോ ഡേറ്റിൽ ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. ഫൈനലി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് മാസ അവസാനമായി എന്റെ ടോട്ടൽ ഇൻകം എത്രയാണ്, എനിക്ക് എത്രത്തോളം അകത്തോട്ട് വന്നിട്ടുണ്ട് പൈസ, എത്രത്തോളം പുറത്തോട്ട് പോയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മറൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ സമ്മറൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രയൽ ബാലൻസ്. ഈ സമ്മറൈസ് ചെയ്ത് എഴുതി വെക്കുന്ന ഒരു ടി ഷേപ്ഡ് ഒരു ബുക്ക് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ട്രയൽ ബാലൻസ്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത്രയും മൈദ മേടിച്ചു, ഇത്രയും ടോട്ടൽ ആണ്, ടോട്ടൽ ഇത്രയും മൈദ മേടിച്ചു, ഇത്രയും ഷുഗർ മേടിച്ചു, ഇത്രയും പൈസ പുറത്തോട്ട് പോയി, ഇത്രയും പൈസ അകത്തോട്ട് വന്നു. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ആ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒരു ടേബിളിൽ എഴുതുന്നതിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്, ഇതെല്ലാം തന്നെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കണം. അതായത് ഒരേപോലെ യൂണിഫോം ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഹൗ? ഇൻ ടേംസ് ഓഫ് മണി, പൈസയുടെ രീതിയിലാണ്. അതായത് ഷുഗർ മേടിച്ചു, എത്ര രൂപയ്ക്കുള്ള ഷുഗർ മേടിച്ചു എന്നാണ് നമ്മൾ എഴുതുന്നത്. അല്ലാതെ ഷുഗർ ഇൻ kg,
10 kg ഷുഗർ മേടിച്ചു, 500 രൂപയ്ക്ക് മൈദ മേടിച്ചു, അങ്ങനെയല്ല എഴുതുന്നത്. എല്ലാം നമ്മൾ അമൗണ്ടിൽ എഴുതും. കാരണം ഇന്ന് 5 കിലോ ഷുഗറിന്റെ വില ആയിരിക്കില്ല നാളെ 10 കിലോ ഷുഗർ ഇടാം. 5 കിലോ ഇന്നത്തെ ഷുഗർ, ഇപ്പം 1 കിലോ ഷുഗറിൽ നിന്ന് 10 രൂപയാണെന്ന് വിചാരിച്ചോളൂ. ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഇത് ചിലപ്പം 9 രൂപയോ 8 രൂപയോ ഇല്ലെങ്കിൽ 15 രൂപയോ ആകാം. സോ ആ ഒരു വേരിയേഷൻ വരും. ഞാൻ kg എഴുതുവാണ്, റുപ്പീസിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് അമൗണ്ട് എനിക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് മണി. And then it involves all the transaction and events. എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇവന്റ്സും വന്നു. ഈ ട്രാൻസാക്ഷൻസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഈ സാധനങ്ങൾ മേടിക്കുന്നത് വിൽക്കുന്നതിനെയാണ് ട്രാൻസാക്ഷൻസ് പറയുന്നത്. ഇവന്റ്സ് എന്ന് പറയുവാണെങ്കിൽ, സപ്പോസ് നമ്മുടെ കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഒരു തീ പിടിച്ചു കുറെ ലോസ് ആയി. ആ സാധനങ്ങൾ നമ്മൾ എഴുതണം. അവിടെ പ്രത്യേകിച്ച് ഒരു ഇവന്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇവന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് വരുവാണ്. അങ്ങനത്തെ പല കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെയും നമുക്ക് കുറെ എക്സ്പെൻസസും കുറെ ഇൻകംസും റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ വിച്ച് ആർ ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ, ഫൈനാൻഷ്യൽ ആയിട്ട് തന്നെ വേണം. എല്ലാം ഫിനാൻസ് വെച്ച് ഡീൽ ചെയ്യുന്നവർക്ക് മണി വെച്ച് തന്നെ ഡീൽ ചെയ്തതായിരിക്കും. ആൻഡ് അവസാനം നമ്മൾ നോക്കുന്നത് അതിന്റെ റിസൾട്ട് ആണ്. വി ആർ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. അതായത് നമ്മുടെ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നത് എന്ന് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ്. സോ ദിസ് ഈസ് ദ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിംഗിൽ ഞാൻ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇനി മറക്കില്ല, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, summarizing in a significant manner and in terms of money, transactions and events which are of financial character and interpreting the results thereof. ഇതാണ് ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഇക്വേഷനിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് വേറൊരു പേര് കൊണ്ട് കൂടി വിളിക്കാം, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഇതൊന്നുമില്ല. ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? സൈക്കിൾ ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈഡിലോട്ട് ചിരിഞ്ഞു പോകാതെ നമുക്ക് എന്താ പറ്റുക, രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയാം. അത്രേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഷീറ്റ് ആണ്. ആ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫെർദർ ക്ലാസ്സസിൽ കുറച്ച് ഇതൊന്ന് ബേസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ബാലൻസ് ഷീറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ സൈഡിൽ വരുന്നത് നമ്മൾ നോക്കും. ഈ ബാലൻസ് ഷീറ്റ് ഇക്വേഷനെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് വിളിക്കും. ഇതിന്റെ ഫോർമുലയാണ് assets is equal to liabilities plus owners equity. Okay, so endani asset, endani liability, endani owners equity. Okay, so let's see one by one. Asset എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വത്താണ്. അപ്പൊ നമ്മുടെ കമ്പനീന്റെ പേര് എന്താണ്? IMS ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. സോ കീപ് ഇൻ മൈൻഡ്, നമുക്ക് അവസാനം വരെ ഈ കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ ഈ ബിസിനസ് മാനുഫാക്ചറിംഗ് കമ്പനിന് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ ബിൽഡിങ്ങിന്റെ കേസ് മാത്രം നോക്കിയാലോ. ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ കമ്പനീന്റെ ഒരു സ്വത്താണ്, റൈറ്റ്? അപ്പൊ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് കമ്പനീന്റെ ഒരു അസറ്റ് ആണ്. എല്ലാ സ്വത്തുക്കളുമാണ് കമ്പനീന്റെ സ്വത്തുക്കളാണ്. ഇപ്പൊ കമ്പനീന്റെ ഓണേഴ്സ് നമ്മളെല്ലാം ആണ്. നമ്മുടെ വീടും ഇതൊന്നും കമ്പനീന്റെ അല്ല. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് എക്സ്ക്ലൂസീവ്ലി കമ്പനീന്റെ അസറ്റ്സ് ആണ്. അപ്പം കമ്പനീന്റെ അസറ്റ്സിനെ എടുക്കും. അപ്പൊ ആ ഒരു ബിൽഡിംഗ് ഉണ്ട്, കുറച്ച് ലാൻഡ് ഉണ്ട്, കുറച്ച് പ്ലാന്റ് ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കമ്പനീന്റെ അസറ്റ്സ് ആണ്. ഈ ബിൽഡിംഗ് എങ്ങനെ മേടിച്ചു? എങ്ങനെയായിരിക്കും നമ്മൾ ബിൽഡിംഗ് മേടിക്കാം? ഒരു ബിൽഡിംഗ് നമ്മൾ വീട്ടിലാണ്. ഇപ്പൊ ഞാൻ ഒരു വീട് വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആ വീടിന് എങ്ങനെ പൈസ സോഴ്സ് ചെയ്യും? എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി. എന്റെ സേവിങ്സിലോ എവിടെയെങ്കിലും ഞാൻ സൂക്ഷിച്ചു വെച്ചതോ ഒക്കെ ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാവും. ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യും? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കടം മേടിക്കും, അല്ലെ? ഫ്രണ്ട്സിന്റെ അടുത്ത് കടം മേടിക്കും, ബാങ്കിന്റെ അടുത്ത് ലോൺ മേടിക്കും. എന്തെങ്കിലുമൊക്കെ പുറമേ നിന്ന് ഞാൻ എന്ത് ചെയ്യുവാണ്? ഫണ്ടിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. അതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്.
സോ ഏതൊരു അസറ്റ് ഉണ്ടെങ്കിലും ആ അസറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. പുറമേയുള്ള പൈസയിൽ നിന്നും ഉള്ളിൽ നിന്നുള്ള പൈസയിൽ നിന്നും ഒരുമിച്ചാണ് നമ്മൾ ഒരു അസറ്റ് മേടിക്കുന്നത്. എസ്പെഷ്യലി ഫോർ കമ്പനീസ് ഇറ്റ് ഇസ് ഷുവർ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ചിലവർക്ക് എന്താണ് ഒരു കാർ മേടിക്കാനോ ബൈക്ക് മേടിക്കാനോ ഉള്ള പൈസ നമ്മുടെ കയ്യിൽ തന്നെ കാണും, ഇല്ലെങ്കിൽ ലോണിന്റെ ആവശ്യമൊന്നും കാണില്ല. പക്ഷേ കമ്പനീസിന്, ബിഗ് കമ്പനീസിന് അങ്ങനെയല്ല. ദേ വിൽ ഹാവ് ബോത്ത് ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. അവർക്ക് പുറമേ നിന്നുള്ള ഫണ്ടിന്റെ ആവശ്യവും ഉണ്ടാവും. ഓക്കെ, ഈ ലയബിലിറ്റീസിന്റെ കൂട്ടത്തില് നമ്മളിപ്പോ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു, അപ്പൊ ബാങ്കിന് പൈസ കൊടുക്കുകയും വേണം, അതിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം, അതൊക്കെ ലയബിലിറ്റീസിനകത്ത് വരും. അപ്പൊ നമ്മൾ പുറമേ നിന്ന് സോഴ്സ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കണോ ഇല്ലെങ്കിൽ എന്താണെങ്കിലും അതൊക്കെ ലയബിലിറ്റീസിനകത്ത് വരും. Okay, so this is all about accounting equation. It is also known as balance sheet equation. And what are the major elements is the equation goes like this: asset is equal to liability plus owner's equity. And another the equation. And what are the major elements? Another asset on the liability of the owner's equity. നമുക്കിപ്പോ നോക്കാം അസറ്റും ലയബിലിറ്റീസും ഇക്വിറ്റീസിനകത്ത് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. അസറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു സ്വത്താണ് എന്നുള്ള കാര്യം. ഇത് ഓർത്ത് വെക്കുക, കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും റൂൾസ് പറഞ്ഞുതരാം. ആ റൂൾസ് പറഞ്ഞു തരുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അസറ്റ് എന്ന് പറയുന്നത് എനി ലിക്വിഡ് ഓർ നോൺ ലിക്വിഡ് അസറ്റ്. ഓക്കെ, ലിക്വിഡ് ഓർ നോൺ ലിക്വിഡ് അസറ്റ്. ക്യാഷ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് വെച്ചാൽ കമ്പനീന്റെ ക്യാഷ് എന്ന് പറയുന്നത് കമ്പനീന്റെ അസറ്റ് ആണ്. ഓക്കെ, അടുത്തത് ബില്ലുകൾ, എന്തെങ്കിലും ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ. ബിൽസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് കടയിൽ നിന്ന് കൊടുക്കുന്ന ബില്ല് അതല്ല, ഇതിനെ വേറെ ബിൽസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റുകളാണ്. ഓക്കെ, നമ്മൾ ഒരു സാധനം വിട്ടിട്ട് നമുക്ക് കിട്ടുന്ന പൈസയെ നമ്മൾ ബില്ലായിട്ട് സേവ് ചെയ്ത് വെച്ച് പിന്നെ ഈ ചെക്കൊക്കെ പോലെ പിന്നെ ബാങ്കിൽ പോയിട്ട് മാറി അതിനെ പൈസയായിട്ട് എടുക്കുന്നതാണ് ബിൽസ് എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ട്സ് റിസീവബിൾ. അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവര് എന്നും നമുക്കൊരു അസറ്റ് തന്നെയാണ് അല്ലേ, കാരണം എന്നായാലും ആ പൈസ നമ്മുടെ അടുത്ത് വരേണ്ടതാണ്. അപ്പൊ അതൊരു അസറ്റ് ആണ്. ഇൻവെന്ററി, ഇൻവെന്ററി എന്ന് പറയുന്ന സ്റ്റോക്ക് ആണ്, നമ്മുടെ കയ്യിൽ കിടക്കുന്ന സ്റ്റോക്ക്. പിന്നെ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആവാം, ഇല്ലെങ്കിൽ ഒരു ലാൻഡ് ആകാം, ഇല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആവാം. അങ്ങനത്തെ സാധനങ്ങളെല്ലാം അസറ്റിന്റെ അവിടെ വരും. പിന്നെ നമുക്ക് വരുന്ന എക്വിപ്മെന്റ്സ് ആണ്. എക്വിപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ്, പിന്നെ വേറെന്തൊക്കെ ടേബിൾ, ചെയർസ്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അസറ്റുകളാണ്. അപ്പൊ നമ്മൾക്ക് വിസിബിൾ ആയിട്ടോ ഇൻവിസിബിൾ ആയിട്ടോ ലിക്വിഡ് ആയിട്ടോ എന്താ പറയാ സോളിഡ് ആയിട്ടോ എന്താണെങ്കിലും നമ്മുടെ കയ്യില് ലിക്വിഡ് സോളിഡ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് സോളിഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം അസറ്റ് ആണ്. ഇപ്പൊ ഇൻവെന്ററി, പ്രോപ്പർട്ടി, എക്വിപ്മെന്റ് എന്നൊക്കെ പറയുന്നത്, സോറി ഇൻവെന്ററി ഇല്ല, പ്രോപ്പർട്ടി, എക്വിപ്മെന്റ് എന്നൊക്കെ പറയുന്നത് അത് വിറ്റ് നമുക്ക് പൈസ കിട്ടാൻ സമയം. ഇപ്പൊ വീട്, എനിക്ക് നാളെ ഈ വീട് വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കോ? ഇല്ല. അതിനാണ് നോൺ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതാണ് നോൺ ലിക്വിഡ് അസറ്റ്. ഇപ്പൊ പക്ഷെ ക്യാഷ് ഒക്കെ എനിക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിൽ ഇടാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാനോ ഒക്കെ പറ്റും. അടുത്ത നമുക്ക് വരുന്നത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കുള്ള എന്താണ് ചെറിയ ചെറിയ കടങ്ങള്. അപ്പൊ അതിനകത്ത് നമുക്ക് വരുന്ന അക്കൗണ്ട്സ് പേയബിൾ, വേജസ്. എന്താണ് അക്കൗണ്ട്സ് പേയബിൾ? അക്കൗണ്ട്സ് റിസീവബിൾ ഞാൻ എന്താ പറഞ്ഞ, നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവരാ. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരാണ് അക്കൗണ്ട്സ് പേയബിൾ. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്നും ഒരു ബാധ്യതയാണ്. കാരണം എന്നായാലും നമ്മള് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നമുക്കൊരു ബാധ്യതയാണ്. വേജസ് അല്ലെ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണ്ടേ, അത് നമുക്കൊരു ബാധ്യതയല്ലേ. റെന്റ്, നമ്മളൊരു കമ്പനി, ഇപ്പം സപ്പോസ് എനിക്കൊരു സ്വന്തം കമ്പനി ഇല്ല, ഞാനൊരു വീടോ ഇല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങോ എടുത്താണ് നമ്മൾ ആ ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബിൽഡിങ്ങിന് നമ്മൾ റെന്റ് കൊടുക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ യൂട്ടിലിറ്റീസും, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെ പറയുന്ന യൂട്ടിലിറ്റീസിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ ബാങ്ക് ഡെറ്റ്, കടൻ, അതിന് നമുക്ക് കൊടുക്കണം. ലോങ് ടേം ആയിട്ടുള്ള എന്ത് ഡെറ്റും നമ്മൾ ഈ എന്താ പറയാ ഈ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ മേടിക്കുന്നത്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, അഗെയിൻ ദാറ്റ് ഇസ് എ ലയബിലിറ്റി ഫോർ വിച്ച് യു വിൽ നോട്ട് ബി ഏബിൾ ടു റിയലൈസ് ഇറ്റ് നൗ. കുറച്ച് കഴിഞ്ഞിട്ടേ അതിന്റെ
ആഴം അറിയുള്ളൂ. അങ്ങനത്തെ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്. അതാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. സോ ഓൾ ദീസ് ആർ ഫോം ഓഫ് ലയബിലിറ്റീസ്. ഇതിന്റെ കൂടെ ടാക്സ്, ഇൻട്രസ്റ്റ്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാകും എന്നുള്ളതൊക്കെ ലയബിലിറ്റീസ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അസറ്റിൽ നിന്നും നമ്മുടെ സ്വത്തുക്കളിൽ നിന്നും പുറമേ നിന്നുള്ള പൈസ എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ തന്നെ എമൗണ്ട് കിട്ടും. അത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാണ്. ബട്ട് വെൻ യു ലുക്ക് അറ്റ് എ കമ്പനിക്ക് എന്തൊക്കെ ഉണ്ടാവും? അവരുടെ സ്റ്റോക്ക് ഉണ്ടാവും, അവരുടെ തന്നെ ഷെയർസ് ഉണ്ടാവും. പിന്നെ ഈ ഷെയർസ് എന്ന് പറയുന്നത് ഒരു കമ്പനീന്റെ മൊത്തത്തിലുള്ള ആ ഒരു മൂലധനം ഉണ്ടല്ലോ, ആ മൂലധനത്തിനെ കുറെ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ എത്രത്തോളം പൈസയാണ് ഓണർ വെക്കുന്നത് അത്, പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്. എന്ന് പറയുന്ന ഞാനൊരു കമ്പനി ഉണ്ടാക്കി. ഓക്കെ, കമ്പനി, നമ്മുടെ ബിസ്ക്കസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾ ഷെയർസ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ കമ്പനി ഇപ്പം അനിൽ, ബിനിൽ, രേഷ്മ, മിഥുന, ഇങ്ങനെ പറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കമ്പനീന്റെ മൊത്തത്തെ മൂലധനം ഇവരൊക്കെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കും. എന്നിട്ട് പറയും, ഓക്കെ, ഞാൻ മാത്രമല്ല ഓണർ, നിങ്ങൾ എല്ലാവരും ഈ കമ്പനീന്റെ ഓണേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് ഈ കമ്പനി കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താ പറ്റാം? നമ്മുടെ കമ്പനിക്ക് ഒരു ലാഭം വന്നാൽ എന്ത് ചെയ്യണം? ഇവർക്ക് എല്ലാവർക്കും വീതം കൊടുക്കണ്ടേ? കാരണം ഇവരും കൂടി പൈസ തന്നോണ്ടല്ലേ നമ്മുടെ കമ്പനി നന്നായി വന്നത്. അപ്പൊ നമ്മളെല്ലാം ഓണേഴ്സ് ആണ്. അപ്പം നമ്മുടെ പ്രോഫിറ്റിന് ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഇൻട്രസ്റ്റും കുറച്ച് പൈസ പ്രോഫിറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കുറച്ച് പൈസ ഉണ്ടാവില്ലേ? അതിന്റെ പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അത് ഞാൻ എന്താ ചെയ്യുന്ന? കമ്പനിയുടെ അകത്ത് തന്നെ തിരിച്ചിടും. എന്തിനാണ്? കമ്പനി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. So this is all about asset, liabilities and equity. എന്താണ് ഈ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്? അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒന്നെന്ന് പറയുന്നത് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ പറഞ്ഞില്ല, അതൊക്കെ നൈസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അത് കണ്ടുപിടിക്കുക. റിസോഴ്സസിനെ നന്നായി യൂസ് ചെയ്യുക. കുറേ റിസോഴ്സസ് ഉണ്ടാവും, അതിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാഭം നഷ്ടം അതൊരു സൈഡിൽ വരും. നമുക്ക് എത്ര അസറ്റുകൾ ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. സപ്പോസ് എനിക്കിപ്പോ നമ്മുടെ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 2 ബിസ്ക്കറ്റിന് നടക്ക് ക്രീം ഇല്ലേ, ചോക്ലേറ്റിന്റെ ക്രീം ഉണ്ടാക്കുന്നുണ്ട്. Now there are 2 options for me. either ഈ ചോക്ലേറ്റ് ആ ഉള്ളിലുള്ള ആ ഫില്ലിങ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ട് എന്റെ ബിസ്ക്കറ്റിനകത്ത് വെച്ച, ഇല്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഐ കൻ ഡു ഇസ് നമുക്ക് തന്നെ ആ ചോക്ലേറ്റ് കമ്പനീന്റെ അകത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് ഈ 2 ബിസ്ക്കറ്റിന്റെ ഇടയിൽ വെക്കാം. ഏത് വേണമെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ അക്കൗണ്ടിങ് ചെയ്യുന്നതിൽ കൂടി ഏതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് നമുക്ക് കണ്ടുപിടിച്ച് ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Now just look your steps in accounting. Accounting in steps ആണ് നോക്കുന്നത്. The first step is identify the transactions. Transactions ഏതൊക്കെയാണെന്ന് നോക്കുക. അതായത് ഇപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞു, മൈദയ്ക്ക് ചെലവാകും, പഞ്ചസാരയ്ക്ക് ചെലവാകും, പിന്നെ എന്താണ് ഇമൾസിഫയേഴ്സ്, സോൾട്ട്, സോഡാപ്പൊടി, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ഞാൻ ഐഡന്റിഫൈ ചെയ്തില്ല. ഒരു കമ്പനിയിൽ ഇന്ന പ്രശ്നങ്ങൾ വരും, അല്ല ഇന്ന ട്രാൻസാക്ഷൻസ് വരാം, ഇതിലൂടെ നമുക്ക് ഇൻകം വരാം, ഓക്കെ, ഇങ്ങോട്ട് വരാം, പിന്നെ നമ്മൾ ടാക്സ് അടയ്ക്കണം, അങ്ങനെ പല വേറെ അലർജിയുള്ള ചെലവുകളൊക്കെ ഉണ്ടാവുക. ഇതെല്ലാം ആദ്യം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളെല്ലാം കണ്ടുപിടിച്ച് വെക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളല്ല, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ഉണ്ടാവുന്നതെന്ന് ഫസ്റ്റ് നോക്കുക. രണ്ടാമത് ഇതിനെ ജേർണലൈസ് ചെയ്യുക. ജേർണൽ ചെയ്യുന്നതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതിനെ നമ്മൾ ജേർണൽ ചെയ്യാണ്. അതായത് ഇത്ര രൂപ കൊടുത്ത് മൈദയ്ക്ക് ഇത്ര രൂപ കൊടുത്ത് മേടിച്ചു, പഞ്ചസാരക്ക് ഇത്ര രൂപ കൊടുത്ത് മേടിച്ചു, എനിക്ക് ഇത്ര എമൗണ്ട് ഇന്ന് സെയിലിലൂടെ കിട്ടി, ഇത്രയും രൂപ ഗവൺമെന്റിന്റെ ടാക്സ് ആയിട്ട് അടിച്ചു, ഇത്രയും രൂപ ഫൈൻ ആയിട്ട് അടച്ചു. ഇങ്ങനെ എല്ലാത്തിനെയും ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ്
സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഒരു ജേർണലിനകത്ത് ചെയ്യാം. മൂന്നാമതെന്ന് പറയുന്നത് എന്താണ്? ഞാൻ അതിനെ പോസ്റ്റ് ചെയ്യാണ്. പോസ്റ്റിംഗ് ആണ് എന്ത്? ക്ലാസിഫിക്കേഷൻ. അപ്പം ആ ജേർണൽ എഴുതിയതിനെല്ലാം ഞാൻ ഓരോ ബുക്ക് ഓരോ സെഗ്മെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. മൂന്നാമത് വരുന്നത് ട്രയൽ ബാലൻസ്. അപ്പൊ അതെന്താ വെച്ചാൽ എന്താണ്? ഈ പോസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ സമ്മറൈസ് ചെയ്യാണ്, ടോട്ടൽ നോക്കുകയാണ്. മൈദയ്ക്ക് മൊത്തം എത്ര ചെലവായി, പഞ്ചസാരയ്ക്ക് മൊത്തം എത്ര ചെലവായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. പിന്നെ നമുക്ക് വരുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാനാണ്. നമുക്ക് either we'll have a പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോഴാണ് നമുക്ക് കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ എത്ര അസറ്റ്സും എത്ര ലയബിലിറ്റീസും നമുക്ക് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ബുക്കൊക്കെ ഉണ്ടാക്കി വെക്കും. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ പ്രോസസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കുറെ പ്രോസസ്സുകൾ ഉണ്ട്. അത്യാവശ്യമുള്ള പ്രോസസ്സുകളാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സിഡിയറി ആയിട്ട് നമുക്ക് വേറെ കുറെ സാധനങ്ങളുണ്ട്. അതില് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നമ്മൾ ഫർദർ ക്ലാസ്സസിൽ പഠിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇത് എടുക്കാം. നമുക്കിത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേർണലാണ്. ജേർണൽ എന്ന് വെച്ചാൽ എന്താ? അതൊരു ഡീറ്റെയിൽഡ് റെക്കോർഡാണ്. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ കമ്പനിയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേർണൽ എന്ന് പറയുന്നത്. ഇത് 2 രീതിയിലാവാം. ഇതൊരു ഫിസിക്കലി നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റലി നമുക്കൊരു ബുക്ക് എക്സലോ ഇല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Okay, so when a transaction is made, the bookkeeper enters the financial transaction as a journal entry. ഒരു journal entry ആയിട്ട് ഈ financial transactionsനെ ഒക്കെ നോട്ട് ചെയ്ത് വെക്കും. അതാണ് journalizing. Okay, ഇനി എങ്ങനെ നമുക്ക് journal ചെയ്യാം? 2 മാർഗങ്ങളുണ്ട്. We have a single entry system and we have a double entry system. പേര് കേൾക്കുന്ന പോലെ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഓടിക്കുകയാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? റെയർ ആയിട്ടാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമ്മൾ ചുമ്മാ നമ്മൾ എഴുതി പോവാണ്. ഓക്കെ, ക്യാഷ് ഇത്രയും കൊടുത്തു, ക്യാഷ് ഇത്രയും വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് എഴുതി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ റണ്ണിങ് ടോട്ടൽ ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു എന്താ പറയുക ഡെവലപ്മെന്റ് ആണ് ഒരു ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, ഇൻ ഫിസിക്സിൽ നമ്മൾ എന്താ പറയുന്നത്? എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഡബിൾ എൻട്രി സിസ്റ്റത്തില് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന പോലെ തന്നെയാണ് ബാങ്ക് കൊടുക്കുന്നത്. ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ പേന മേടിച്ചു എന്ന് പറയില്ലേ? അപ്പൊ ആ 2 ഐറ്റംസ് അവിടെ വരുന്നുണ്ട്, ക്യാഷും ബാങ്കും. ഇതിനെ സൈമൾട്ടേനിയസ്ലി നമ്മൾ നോട്ട് ചെയ്യുന്നതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഒറ്റ ലൈനില് സി ദർ ഇസ് എ ഡിഫറൻസ്. ഓക്കെ, ഐ ഷോ യു. ഞാൻ എഴുതി കാണിക്കാം. bought a pen. Okay, ₹20. ഇങ്ങനെ എഴുതുന്നതാണോ ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം? ഓക്കെ, ഇങ്ങനെ എഴുതുന്നതാണോ അതോ pen to cash 200 ഇങ്ങനെ എഴുതുന്നതാണ് കൂടുതൽ സയന്റിഫിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് എഴുതുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആണ് സയന്റിഫിക്. അതായത് 200 അല്ല 20 ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനിലും 2 പാർട്ടീസ് അല്ലെങ്കിൽ 2 സാധനങ്ങൾ ഇൻവോൾവ് ആണ്. ആ 2 സാധനങ്ങളെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച് ഓഫ് accounts. That is double entry system. So we have got 2 systems. We have got a single entry system and we've got a double entry system. ഇനി ഞാൻ ഇത്രയും പറഞ്ഞു. ഞാൻ എഴുതി ഇവിടെ പെൻ ടു ക്യാഷ്. ഇത് എന്ത് ബേസിസിലാണ് ഞാൻ പെൻ ടു ക്യാഷ് എന്ന് എഴുതിയെന്ന് നോക്കും അല്ലെ? അതിന് നമുക്കൊരു ചെറിയ റൂൾ ഉണ്ട്. ഓക്കെ,
what is the rule? Okay, so നമ്മുടെ അസറ്റോ എക്സ്പെൻസോ കൂടുവാണെങ്കിൽ അതിനെ നമ്മൾ ഡെബിറ്റിൽ എഴുതും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ പേന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അസറ്റ് ആണ്. അതെന്തായി പേന എന്ന് പറയുന്നത്? നമുക്കൊരു പേന എക്സ്ട്രാ കിട്ടി. സോ വി ആർ ആഡിങ് ദാറ്റ് പെൻ ടു അവർ അസറ്റ്. അതുകൊണ്ടാണ് അതിനെ ഞാൻ ഡെബിറ്റ് ചെയ്തത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, നമ്മൾ ജേർണൽ എഴുതുമ്പം മോളിലും എഴുതും താഴെ എഴുതും. ഈ മോളിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ്, താഴെ എഴുതുന്നതിന്റെ പേരാണ് ക്രെഡിറ്റ്. ഓക്കെ, സോ ഒരു അസറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് പേന അവിടെ കൂടിയില്ലേ, നമ്മുടെ എക്സിസ്റ്റിംഗ് പെൻസിൽ ഒരു പെൻ കൂടി നമ്മൾ കമ്പനിക്ക് വേണ്ടി മേടിച്ചു. സോ പെൻ എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കിക്കാണും, ക്യാഷിന് താഴെയാണല്ലോ ഇട്ടിരിക്കുന്നത് അല്ലെ? വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസോ അസറ്റോ കുറഞ്ഞാല് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഞാൻ നിങ്ങളോട് മുന്നേ എന്താ പറഞ്ഞേ? ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? വെരി ബിഗിനിങ് ഐ ടോൾഡ് യു, ഡോണ്ട് ഫർഗെറ്റ് ക്യാഷ് ഇസ് എൻ അസറ്റ്. ക്യാഷ് ഒരു അസറ്റ് തന്നെ, ഒരു സ്വത്താണ്, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സ്വന്തം സാധനമാണ് ഈ ക്യാഷ്. അപ്പൊ ക്യാഷ് കുറയുന്നു എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റോ എക്സ്പെൻസോ കുറയുകയാണ്. സോ അതിന് നമ്മൾ ക്രെഡിറ്റിലാണ് എഴുതുന്നത്. സോ ദാറ്റ്സ് വൈ പെൻ അക്കൗണ്ടഡ് ടു ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത്. ആൻഡ് വി ഗിവിംഗ് ഇറ്റ് 20 and 20 rupees. ഓക്കെ, സപ്പോസ് നമുക്ക് വേറൊരു കാര്യം നോക്കിയാലോ. നമ്മള് റെന്റ്, ഓക്കെ, റെന്റ് അടിച്ചു. റെന്റ് എന്ന് പറയുന്നത് എന്താണ്? റെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആണ് അല്ലെ? നമുക്കതൊരു വലിയൊരു എക്സ്പെൻസ് ആണ് റെന്റ് എന്ന് പറയുന്നത്. അപ്പോ എക്സ്പെൻസ് എന്തായി? കൂടി. നമ്മുടെ റെന്റ് എക്സ്പെൻസ് അടിച്ചു. അപ്പൊ റെന്റ് അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ റെന്റിനെ പേ ചെയ്യുന്നത്? നിങ്ങൾക്ക് ക്യാഷ് വഴി ചെയ്യാം, ഇല്ലെങ്കിൽ ഗൂഗിൾ പേ. അപ്പൊ അത് ബാങ്ക് വഴിയും ചെയ്യാം. അല്ല, ബാങ്കിൽ തന്നെ അക്കൗണ്ട് പോകുന്നത് ഗൂഗിൾ പേയില്, ബാങ്ക് വഴിയും ചെയ്യാം. എങ്ങനെ ചെയ്താലും ഞാൻ ക്യാഷ് താഴെ എഴുതുകയാണ്. സി, എക്സ്പെൻസ് കൂടി ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റെന്റ് അക്കൗണ്ട് എൻറ്റർ ടു ക്യാഷ്. അപ്പൊ റെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത്? റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുകയും ക്യാഷ് എന്ന് പറയുന്ന നമ്മുടെ അസറ്റ് കുറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ലെറ്റ്സ് ലുക്ക് ഫോർ അനദർ എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എന്റെ കയ്യില് ഒരു എന്താ പറയാ, ഒരു ആൾക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഒരാൾക്ക് ഞാൻ എന്താ ഉണ്ടായിരുന്നെ? പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അയാളുടെ പേര് രാമു. അയാൾ ഓൾറെഡി എന്തായിരുന്നു? എന്റെ ഒരു ലയബിലിറ്റി, എന്റെ ഒരു ബാധ്യതയായിരുന്നു ഈ രാമു എന്ന് പറയുന്നത്. രാമുവിന് എനിക്ക് ഒരു 1000 രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനെ അങ്ങോട്ട് കൊടുത്ത് തീർക്കുക. അയാൾ ആരായിരുന്നു? എന്റെ ബാധ്യത. ഈ രാമു എന്ന ബാധ്യത ഞാൻ എന്ത് ചെയ്യാണ്? എടുത്തങ്ങോട്ട് കളയാണ്. ഡിക്രീസിങ് ചെയ്യും. അയാൾ അങ്ങനെ എടുത്ത് കളയാണ്. അപ്പൊ ലയബിലിറ്റിനെ ഞാൻ ഡിക്രീസ് ചെയ്യാണ്. സോ എന്താ ചെയ്യേണ്ടേ? ഡെബിറ്റ് ചെയ്യണം രാമു. ആൻഡ് അയാൾ ആ ബാധ്യത ഞാൻ എങ്ങനെയാ കളയുന്നത്? ക്യാഷ് കൊടുത്ത് കളയാണ് അല്ലെ? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? അവിടെ എൻ്റെ ഒരു അസറ്റിനെ ഞാൻ കൊണ്ട് കുറയ്ക്കണം. നോക്കൂ, രാമു അക്കൗണ്ട് എൻറ്റർ ടു ക്യാഷ്. എന്തുകൊണ്ടാണ് രാമുവിനെ ഞാൻ ഡെബിറ്റ് ചെയ്ത? എൻ്റെ ഒരു ലയബിലിറ്റി കുറയാണ്. ആ ലയബിലിറ്റിനെ ഞാൻ എങ്ങനെ അടച്ചു തീർത്ത്? ക്യാഷ് കൊണ്ടാണ് അടച്ചു തീർത്തത്. ഓക്കെ, ദാറ്റ്സ് വൈ ദാറ്റ് എൻട്രി കേം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഞാൻ ഈ മാസം എന്ത് ചെയ്തു എന്നറിയോ? രാമുവിന്റെ കടം തീർന്നല്ലോ, രാമുവിന്റെ ബാധ്യത തീർത്തല്ലോ എന്ന് ഞാൻ വിചാരിക്കുമ്പോഴാ എനിക്ക് പിന്നെയും ഉണ്ട് ഒരു 10,000 രൂപയുടെ അത്യാവശ്യം. അപ്പൊ ഞാൻ നേരെ രോഹന്റെ അടുത്ത് പോവാണ്. അപ്പൊ രോഹന്റെ അടുത്ത് എടാ നീ എനിക്കൊരു 10,000 രൂപ തരുമോ ചോദിച്ചു. രോഹൻ പറഞ്ഞു ശരി, ഞാൻ നിനക്കൊരു
10,000 രൂപ അങ്ങോട്ട് തരാം. രോഹൻ എന്താ പറഞ്ഞ, ഞാൻ നിനക്കൊരു 10,000 രൂപ അങ്ങോട്ട് തരാം. അപ്പൊ 10,000 രൂപ അവൻ ക്യാഷ് ആയിട്ടാ തരുന്നത്. അപ്പൊ ആ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു അസറ്റ് ആണ്. അപ്പൊ ക്യാഷ് എനിക്ക് എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ് അല്ലെ? അപ്പൊ അവിടെ ഞാൻ ക്യാഷ് എന്ന് പറയുന്നതിനെ ഡെബിറ്റ് ചെയ്യും. ആൻഡ് ഈ രോഹൻ എന്ന് പറയുന്ന ഇവൻ എന്താ, ഇപ്പൊ എനിക്കൊരു ബാധ്യതയാണ്. അപ്പൊ എന്റെ ലയബിലിറ്റി നോക്കൂ, ഇവിടെ എന്റെ ബാധ്യത കൂടുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അയാളെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് ടു രോഹൻ. അസറ്റ് എക്സ്പെൻസ് കൂടുകയാണ്. ഓക്കെ, സോ അസറ്റ് എന്റെ ക്യാഷ് കൂടി, കയ്യിലുള്ള ക്യാഷ് വന്നു, ശരിയാ. പക്ഷെ രോഹൻ എന്ന ബാധ്യതയും കൂടി പോയല്ലോ. അപ്പൊ അതാണ് അസറ്റ് കൂട്ടുക കുറയ്ക്കുക പറയുന്നത്. അപ്പൊ അസറ്റ് കൂടി, എന്റെ ബാധ്യതയും കൂടി, രണ്ടും കൂടി. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇടേണ്ട സ്ഥാനത്ത് ഇട്ടു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഇനി ഇത് വളരെ ബേസിക് ആയിട്ടുള്ള എൻട്രീസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. നൗ ദിസ് മേ നോട്ട് ബി ട്രൂ ഇൻ ഓൾ ദ കേസസ്. ഞാനിപ്പോ പറഞ്ഞു ആസറ്റ് കൂടി, എക്സ്പെൻസ് കൂടി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് though you can understand it like this, it has some more additional frameworks. കുറച്ച് ഫ്രെയിംവർക്കിൽ കൂടിയാണ് പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എന്നിട്ട് ഓരോ അക്കൗണ്ടിനും എന്ത് റൂളാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ബേസിക്കലി പഠിച്ചു ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ് എന്നുള്ളത്. ആൻഡ് എന്തൊക്കെ കൂടിയാലും എന്തൊക്കെ കുറഞ്ഞാലും ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ ഓരോ അക്കൗണ്ട് ബേസിസിലാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് മേജർ ആയിട്ട് 3 അക്കൗണ്ട്സ് ഉണ്ട്. 3 അക്കൗണ്ട്സേ ഉള്ളൂ. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഓക്കെ, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ആളാവാം. ആരാവാം? രാമു ആവാം, രാജു ആവാം, രോഹൻ ആവാം, ഞാൻ തന്നെ ആവാം, നിങ്ങൾ തന്നെ ആവാം. നമ്മളെല്ലാം നാച്ചുറൽ പീപ്പിൾ ആണ്. ഇല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി. നമ്മുടെ കമ്പനീന്റെ പേര് എന്താണ്? IMS ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി ആവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ടാറ്റ ആവാം, ബിർള ആവാം. ഇവരൊക്കെ ആർട്ടിഫിഷ്യൽ പീപ്പിൾ ആണ്. ഇല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് പേഴ്സൺസ് ആവാം. റെപ്രസെന്റേറ്റീവ് പേഴ്സൺസ് പറയുന്നത് എന്താണ്? എനിക്ക് വേണ്ടി കോടതിയിൽ ഒരാൾ വാദിച്ചു എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ഒരാൾ അത് ചെയ്താണ്. സോ ദേ ആർ റെപ്രസെന്റേറ്റീവ് പീപ്പിൾ. അവരാവാം. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നവർ. പിന്നെ നമുക്ക് വരുന്ന റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് കയ്യിൽ തൊട്ട് തലോടി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് റിയൽ അക്കൗണ്ട്. പെൻ, ക്യാഷ്. ക്യാഷ് പൈസ ഇങ്ങനെ തൊടാൻ പറ്റില്ലേ? ക്യാഷ്, അല്ലെങ്കിൽ ഒരു ബോക്സ്, മെഷീൻ, പ്ലാന്റ്, ലാൻഡ്, ഇതൊക്കെ നമുക്ക് തൊടാൻ പറ്റും. നിലമൊക്കെ തൊടാൻ പറ്റില്ലേ? പ്ലാന്റ് തൊടാൻ പറ്റും. ഇതിനൊക്കെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ നമുക്കത് എടുത്തു കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ വേറൊരു സാധനത്തിലേക്ക് എടുത്തു കാണിക്കണം. ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളുടെ ശമ്പളം എടുത്ത് കാണിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എടുത്ത് കാണിക്കുന്നത്? ക്യാഷിനെയല്ലേ എടുത്ത് കാണിക്കുന്നത്? ശമ്പളം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ക്യാഷുമായിട്ടാണ് അതിനെ കാണിക്കുന്നത്. അപ്പൊ ശമ്പളം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത് ഒന്നിൽ നിങ്ങൾ ബാങ്കിൽ അക്കൗണ്ട് കാണിക്കും, ഇല്ലെങ്കിൽ കയ്യിലുള്ള ക്യാഷ് എടുത്ത് കാണിക്കും. അത് ക്യാഷും ബാങ്ക് അക്കൗണ്ടും ആണ്. ഇറ്റ്സ് നോട്ട് യുവർ ശമ്പളം. ഓക്കെ, സോ ശമ്പളം എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. റെന്റ് അടച്ചോ എന്ന് ചോദിക്കും. റെന്റ് എന്ന് പറയുന്ന സാധനം അവിടെ ഇരിക്കുന്ന ആ ടേബിളിന്റെ മൊത്തം റെന്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെന്റ് എന്ന് പറയുന്നത് എന്താണ്? പൈസയാണ്, ക്യാഷ് ആണ്. ഓക്കെ, സോ there are certain type of things that you cannot touch. There is no physical existence for such a thing. അപ്പൊ അതിനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് റെന്റ്, സാലറി, വേജസ്, എക്സെട്ര. സോ ഐ ജസ്റ്റ് വൈൻഡ് അപ്പ് വിത്ത് ദിസ്. നമുക്ക് അക്കൗണ്ട്സ് ഒന്നുകൂടി നോക്കാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന പീപ്പിൾ, യു ടോക്കിംഗ് അബൌട്ട് ബാങ്ക്, യു ആർ ടോക്കിംഗ് അബൌട്ട് ആർട്ടിഫിഷ്യൽ പീപ്പിൾ, യു ആർ ടോക്കിംഗ് അബൌട്ട് റെപ്രസെന്റേറ്റീവ് പീപ്പിൾ. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തൊട്ട് തലോടി അതിനിങ്ങനെ എടുത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് റിയൽ അക്കൗണ്ട്. നിങ്ങൾക്ക് കാണാനെങ്കിലും പറ്റും. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ദീസ് ആർ ജസ്റ്റ് നെയിംസ് എക്സിസ്റ്റിംഗ് ഇൻ ബുക്സ് വിച്ച് യു കനോട്ട് ടച്ച് ഓർ സീ. ഓക്കെ, പക്ഷെ അതുണ്ട്, അങ്ങനെ ഒരു സാധനമുണ്ട്. അതാണ് നോമിനൽ അക്കൗണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് വെച്ചാൽ ഈ അക്കൗണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നുകൂടി നമുക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, and then we will be going on to ledger, trial balance, etc. So with this we are finishing our class.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു.